ദുബായിലും ഷാർജയിലും ഇറാന്റെ ആക്രമണം. ദുബായ് തീരത്ത് കുവൈറ്റിന്റെ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായി. ദുബായ് അൽബദയിൽ ഡ്രോൺ അവശിഷ്ടം വീണ കെട്ടിടത്തിന് തീപിടിച്ചു. ഷാർജയിൽ അൽതുറായ ടെലികോം കമ്പനിയുടെ ഓഫീസിന് നേരെയാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. കൂടുതൽ വിവരങ്ങൾ സുരേഷ് വെള്ളിമുറ്റം നൽകും. സുരേഷ്, വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന ആക്രമണങ്ങളാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണ ശ്രമങ്ങളുടെ എണ്ണം കുറയുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം. ആർക്കും ജീവഹാനി ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അക്കാര്യത്തിൽ ഏറെയധികം ആശങ്ക ഇപ്പോഴും തുടരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? തീർച്ചയായും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ആക്രമണം എന്ന് പറയുന്നത്. കാരണം ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടി ആക്രമണം ആരംഭിക്കുകയാണ്. പല ഭാഗങ്ങളിലായി യുഎഇയുടെ ഏറ്റവും പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആക്രമണം നടന്നത് ദുബായിലും ഷാർജയിലുമാണ്. ദുബായിലെ ആക്രമണം ആശങ്കപ്പെടുത്താനുള്ള കാരണം പടുകൂറ്റൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ടാങ്കറുകളിൽ എണ്ണ കപ്പലുകളിൽ ഒന്നിനാണ് തീപിടിച്ചിട്ടുള്ളത്. ഈ ആക്രമണത്തിൽ ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം കുവൈറ്റ് തീരത്ത് ദുബായ് തീരത്ത് നങ്കൂരമിട്ടിരുന്ന കുവൈറ്റിന്റെ എണ്ണക്കപ്പൽ അൽ സലമി എന്ന് പറയുന്ന എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തുന്നത്. ഈ കപ്പൽ ഏതാണ്ട് ഒരു 332 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുണ്ട്. ഏതാണ്ട് 3,19,000-ലധികം ടൺ എണ്ണ സംഭരിക്കാൻ ശേഷിയുള്ളതാണ് ഈ ടാങ്കർ. അതിനാണ് തീ പിടിച്ചിരിക്കുന്നത്. ആക്രമണ സമയത്ത് 24 ജീവനക്കാർ ടാങ്കറിൽ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നാണ് കുവൈറ്റ് പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നത്. അതേസമയം തീരത്ത് എണ്ണ പടരാൻ സാധ്യതയുണ്ട്. കപ്പലിൽ നിന്നും എണ്ണ ലീക്ക് ചെയ്യാം. അങ്ങനെ തീരത്ത് എണ്ണ പടരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടി കുവൈറ്റ് ഇക്കാര്യത്തിൽ അറിയിക്കുന്നുണ്ട്. വലിയ ആക്രമണമാണ് എണ്ണ ടാങ്കറിന് നേരെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ദുബായിലെ തന്നെ മറ്റൊരു ആക്രമണം അൽബദയിൽ ഉണ്ടായിട്ടുള്ളത്. അൽബദയിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. പക്ഷേ കെട്ടിടത്തിന്റെ സമീപത്തുണ്ടായിരുന്ന 4 പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ഷാർജയിൽ ആക്രമണം ഉണ്ടായത് അൽതുറയ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ ഓഫീസിന് നേരെയാണ്. വലിയ ഓഫീസ് ആണ്. അർദ്ധരാത്രിയോടുകൂടിയാണ് ആക്രമണം ഉണ്ടാക്കുന്നത്. കെട്ടിടത്തിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ ആക്രമണത്തിൽ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ആർക്കും പരിക്കില്ല എന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ആക്രമണ ശ്രമങ്ങളാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അബുദാബിയിലേക്കും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പരാജയപ്പെടുത്തി. ഖത്തറിലേക്ക് ആക്രമണ ശ്രമം ഉണ്ടായി. ആ ആക്രമണ ശ്രമവും പരാജയപ്പെടുത്തിയതായി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഒരു മുൻകരുതൽ നടപടികളുടെ ഭാഗമായി യുഎഇയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ പഠനം നീട്ടിയിട്ടുണ്ട്. ഈ മാസം ഏപ്രിൽ 6-നൊക്കെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അടുത്ത ഏപ്രിൽ 17 വരെയാണ് ഓൺലൈൻ പഠനം നീട്ടിയിട്ടുള്ളത്. അതിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടിയെന്ന് അധികൃതർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കനത്ത ആക്രമണം തന്നെയാണ് ഗൾഫ് മേഖലയിലേക്ക് രാത്രിയിലുണ്ടായത്. ശരി, ദുബായിലും ഷാർജയിലുമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണ നീക്കങ്ങൾ ഉണ്ടായത്. അതിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പരിക്ക് ഗുരുതരമല്ല. സുരേഷ് വെള്ളിമുറ്റാണ് വിവരങ്ങൾ പങ്കുവച്ചത്.